കേരള സ്റ്റോറി ഉൾപ്പെടെ സംസ്ഥാനത്തിനെതിരായ കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ ദി റിയൽ കേരള സ്റ്റോറി ക്യാമ്പയിനുമായി CPIM. ദി റിയൽ കേരള സ്റ്റോറി വെബ്സൈറ്റ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റോറി കേരളത്തെ വക്രീകരിക്കുന്ന ചലച്ചിത്ര ആഭാസമെന്ന് MA ബേബി വിമർശിച്ചു. സംസ്ഥാനത്തിനെതിരായ നുണപ്രചരണങ്ങളെ പ്രതിരോധിച്ച് യഥാർത്ഥം ജനങ്ങളിൽ എത്തിക്കുകയാണ് വെബ്സൈറ്റിന്റെ ലക്ഷ്യം. കേരളത്തിന്റെ സാമൂഹ്യാന്തരീക്ഷത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതും സംസ്ഥാനം ആർജിച്ച മൂല്യങ്ങളെ വികലമാക്കി ചിത്രീകരിക്കുന്നതുമായിരുന്നു കേരള സ്റ്റോറി എന്ന സിനിമയുടെ 1-2 ഭാഗങ്ങൾ. എല്ലാ ജാതി മതസ്ഥരും സാഹോദര്യത്തോടെ ജീവിക്കുന്ന കേരളത്തിൽ വർഗീയ വിദ്വേഷം പടർത്തുന്നതാണ് കേരള സ്റ്റോറിയുടെ ഉള്ളടക്കം. ഇതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വ്യാപക വിമർശനം ഉയരുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കേരളത്തെക്കുറിച്ചും കേരളത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ദി റിയൽ കേരള സ്റ്റോറി ക്യാമ്പയിന് CPIM തുടക്കം കുറിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള വെബ്സൈറ്റ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റോറി കേരളത്തെ വക്രീകരിക്കുന്ന ചലച്ചിത്ര ആഭാസമെന്ന് MA ബേബി വിമർശിച്ചു. സിനിമയെന്ന കലാരൂപത്തെ മാനഭംഗപ്പെടുത്താനാണ് കേരള സ്റ്റോറിയിലൂടെ ശ്രമിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള സ്റ്റോറി കേരളത്തെ വക്രീകരിച്ചുകൊണ്ട് നേരത്തെ പ്രദർശിപ്പിക്കപ്പെട്ട ഒരു സിനിമ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ചലച്ചിത്ര ആഭാസം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. സത്യാനന്തര കാലത്ത് വക്രീകരിക്കപ്പെടുന്ന നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ജീവിത സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ വക്രീകരിക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇല്ലാ കഥകൾ ഉൽപ്പാദിപ്പിച്ച് പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്ന് താല്പര്യമുള്ളവർക്കെല്ലാം മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിൽ ഇത്തരം ഒരു വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കേരളത്തെക്കുറിച്ച് ഇല്ലാക്കഥകൾ ഉൽപ്പാദിപ്പിച്ച് പ്രചരിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങളോട് യാഥാർത്ഥ്യം പറയുക എന്നതാണ് വെബ്സൈറ്റിന്റെ ലക്ഷ്യം. കേരളത്തിന്റെ വികസന പദ്ധതികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഉൾച്ചേരുന്നതാണ് വെബ്സൈറ്റ്. CPIM സോഷ്യൽ മീഡിയ വിഭാഗം ചുമതല വഹിക്കുന്ന MV നികേഷ് കുമാറും പരിപാടിയിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.